അരീക്കോട് SOG ക്യാമ്പിലുണ്ടായ വിനീതിൻ്റെ ആത്മഹത്യ, അതിനെ തുടർന്ന് ഒരുപാട് പ്രതികരണങ്ങൾ വന്നു. റിപ്പോർട്ടർ TVയോട് ഒരുപാട് ഉദ്യോഗസ്ഥന്മാരും മനസ്സ് തുറന്നു. അതിൽ മുബഷീറിനെ പോലെയുള്ള ഉദ്യോഗസ്ഥന്മാർ, അവിടെ നിന്ന് നേരത്തെ റിസൈൻ ചെയ്തു പോയവർ, ഒപ്പം ചില വനിതാ കമാൻഡോകൾ, ഇവരൊക്കെ നമ്മളോട് പറഞ്ഞത് അവിടെ നടക്കുന്നത് വ്യക്തിഹത്യയും മാനസിക പീഡനവുമാണ് എന്നാണ്. ഈ വിഷയത്തിൽ SOG കമാൻഡോ വിനീതിൻ്റെ ആത്മഹത്യയിൽ അന്വേഷണ സംഘം കുടുംബത്തിൻ്റെ മൊഴിയെടുത്തിരിക്കുന്നു. വിനീതിൻ്റെ അച്ഛൻ, അമ്മ, ഭാര്യയുടെ മാതാപിതാക്കൾ, സുഹൃത്ത് എന്നിവരുടെ മൊഴിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം എടുത്തത്. വയനാട് കോട്ടത്തറ തെക്കുംതറയിലെ വീട്ടിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ അലി കരിമ്പ, ഗുഡ് മോർണിംഗ്. അഷ്കർ അലി, കുടുംബത്തിന്റെ മൊഴിയെടുത്തിരിക്കുന്നു. അന്വേഷണത്തിന്റെ സുപ്രധാനമായ ഘട്ടമാണ്. ആ മൊഴികളിൽ എന്താണുള്ളതെന്ന് നമുക്കറിയില്ല, ചില സൂചനകളെ നമ്മളുടെ പക്കലുള്ളൂ. പക്ഷേ എങ്കിലും ഈ അജിത്തിനെതിരെയുള്ള മൊഴികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നല്ലേ നമുക്ക് ലഭിക്കുന്ന വിവരം? അഷ്കർ. അരുൺ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് കൊണ്ടോട്ടി DYSPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വയനാട്ടിലെ വിനീതിൻ്റെ കോട്ടത്തറയിലുള്ള തെക്കുമുറിയിലെ വീട്ടിലേക്ക് എത്തുന്നത്. പിന്നീട് രാത്രി 10 മണിവരെ നീണ്ടു നിൽക്കുന്ന, ഏകദേശം 11 മണിക്കൂറോളം നീണ്ടു നിന്ന മൊഴിയെടുക്കലാണ് ഇന്നലെ നടന്നതിൽ ആദ്യഘട്ടത്തിൽ വിനീതിൻ്റെ സഹോദരൻ ബിബിൻ, അതുപോലെ തന്നെ വിനീതിൻ്റെ മാതാപിതാക്കൾ, വിനീതിൻ്റെ ഭാര്യയുടെ മാതാപിതാക്കൾ, സുഹൃത്ത് സന്ദീപ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനം മരണത്തിന് തൊട്ട് മുമ്പ് വിനീത് അവസാനമായ ഒരു സന്ദേശം അയക്കുന്നത് സുഹൃത്ത് സന്ദീപിനാണ്. അതിനാണ് AC അജിത്ത് അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ പേരടക്കം പറഞ്ഞ് ഓട്ടത്തിൻ്റെ സമയദൈർഘ്യം ഇനിയും കൂട്ടാൻ പറയണം എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവിടുത്തെ കൃത്യമായി ആത്മഹത്യയിലേക്ക് വിനീതിനെ നയിച്ചത് എന്താണ് എന്നുള്ളത് കൃത്യമായി സൂചിപ്പിക്കുന്ന സന്ദേശം അവസാനം അയച്ചത് സുഹൃത്ത് സന്ദീപിനായിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഇന്നലെ പ്രത്യേകമായും അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞത്. മാത്രമല്ല, കഴിഞ്ഞ കുറേ ദിവസങ്ങളിലും വിനീതിൻ്റെ ഫോൺ കോളുകളുടെ റെക്കോർഡ്, അതിൻ്റെ കോൾ ലിസ്റ്റ് അടക്കം എടുത്തുകൊണ്ടാണ് അന്വേഷണ സംഘം വിനീതിൻ്റെ വീട്ടിലെത്തിയത്. അവസാനമായി സംസാരിച്ച വിനീതിൻ്റെ ഭാര്യയുടെ അമ്മയുടേതടക്കമുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഫോൺ സംഭാഷണങ്ങളെക്കുറിച്ചും ഈ അന്വേഷണ സംഘം ചോദിച്ചറിയുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇപ്പോൾ AC അസിസ്റ്റന്റ് കമാൻഡന്റ് ആയിട്ടുള്ള അജിത്തിനെ മാറ്റി നിർത്തി ഒരു അന്വേഷണം വേണമെന്ന നിലപാടാണ് ഇപ്പോൾ കുടുംബത്തിനുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകാൻ കുടുംബം തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അജിത്ത് മാനസികമായി ഉപദ്രവിച്ചിരുന്നു എന്നുള്ള കാര്യം കൃത്യമായി കുടുംബം മൊഴിയിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ കുടുംബം ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതും അസിസ്റ്റന്റ് കമാൻഡന്റ് ആയിട്ടുള്ള അജിത്തിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണം വേണം. അങ്ങനെ അന്വേഷണം നടന്നാൽ മാത്രമേ വിനീതിന് നീതി ലഭിക്കൂ എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ നിലപാട്. അത്ര മൊഴികൾ അവസാനമായി സഹോദരൻ ബിബിനെ കണ്ടപ്പോൾ ഇത്തരത്തിൽ ഞാൻ ഇവിടെ വന്ന് കുടുങ്ങിപ്പോയി, എനിക്ക് AC അജിത്തിന് മുമ്പിൽ കുടുങ്ങിപ്പോയിരിക്കുന്നു, അദ്ദേഹത്തിന് മുമ്പിൽ എനിക്ക് രക്ഷയില്ല എന്നുള്ള കാര്യവും അവധി ലഭിക്കാത്തതിൻ്റെ പ്രശ്നങ്ങളും അതിനു മുമ്പ് തന്നെ അവിടെ വെച്ച് കുഴഞ്ഞു വീട് മരിച്ച വയനാട്ടുകാരൻ തന്നെയായിട്ടുള്ള വിനീതിൻ്റെ സുഹൃത്ത് സുനീഷിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ സഹോദരൻ ബിബിനോട് വിനീത് സംസാരിച്ചിരുന്നു. ആ കാര്യങ്ങളൊക്കെ തന്നെ മൊഴിയായി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ വിനീതിൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന സൗന്ദര്യ പടക്കങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ചോദിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വിനീതിൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് അത് SOG ക്യാമ്പിലുണ്ടായ ഉന്നത ഉദ്യോഗസ്ഥരുടെ പീഡനം തന്നെയാണ് എന്നുള്ള നിലപാടാണ് കുടുംബവും ആവർത്തിച്ചിരിക്കുന്നത്. ഓക്കെ, അഷ്കർ അലി കരിമ്പ, ഗുരുതരമായ കാര്യങ്ങളാണ്. കുടുംബവും അത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, മൊഴിയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അന്വേഷണ സംഘത്തിന് അത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. ഇതിനകം തന്നെ സാഹചര്യ തെളിവുകൾ വന്നിരിക്കുന്നു, മറ്റു മൊഴികൾ നമ്മുടെ ഒപ്പമുണ്ട്. ഒപ്പം വിനീത് അപ്പു എന്ന പേരുള്ള തൻ്റെ സുഹൃത്തിന് അയച്ചു കൊടുത്ത മെസ്സേജ് അടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ടർ TV പുറത്തുവിട്ടിരുന്നു. അപ്പം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇനിയും മനസ്സിലാവാത്തത് ഈ അജിത്തിന് എന്നിട്ട് സർക്കാർ പോലീസിൻ്റെ ബാഡ്ജ് ഓഫ് ഓണർ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ പീഡിപ്പിക്കുന്ന ഉദ്യോഗസ്ഥർക്കാണോ ഇത് കൊടുക്കേണ്ടത് എന്ന് നമുക്കറിയില്ല. എന്നാലും അജിത്തിനെ ആ സ്ഥാനത്തിൽ നിലനിർത്തിക്കൊണ്ടുള്ള അന്വേഷണം ഗുണം ചെയ്യില്ല എന്ന നിലപാടിലാണ് അജിത്തിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഉള്ളത്. എന്നാൽ അജിത്തിനെതിരെ ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, നേരത്തെ തീരുമാനിച്ച പോലീസിൻ്റെ ബാഡ്ജ് ഓഫ് ഓണർ അദ്ദേഹത്തിന് കൊടുക്കാൻ തീരുമാനിക്കുക കൂടി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ മൊഴികളിൽ അജിത്തിനെതിരെ എന്തെങ്കിലും നിരീക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ അത് ഉണ്ട് എന്നാണ് അഷ്കർ അലി കരിമ്പ് റിപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അജിത്തിനത് പണിയാവും.